ശരിക്കും ഏറ്റവും രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മൾ ആദ്യം കേൾക്കുന്ന ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ കിളികളുടെ ശബ്ദങ്ങളാണ്. അതായത് നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കിളികൾ എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷെ കിളികൾ നമ്മളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അലാമയ്ക്ക് വെച്ച് നമ്മളെ എഴുന്നേൽപ്പിക്കുന്നതല്ല. അവരുടെ പലതരം കോളുകളുണ്ട്. ഡിസ്ട്രസ് കോൾ ഉണ്ടാവാം, മീറ്റിംഗ് കോൾ ഉണ്ടാവാം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. എൻ്റെ ഇവിടെ വന്ന് ഈ രാവിലെ നേരത്തെ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഏറ്റവും വലിയ സന്തോഷവും എൻ്റെ ഏറ്റവും നല്ല മീ ടൈം എന്ന് പറയുന്നത് എൻ്റെ റൂമിൻ്റെ പുറത്ത് ചെറിയൊരു ബാൽക്കണിയുണ്ട്. ആ ബാൽക്കണിയിൽ വെറുതെ ഒരു കാപ്പിയും കുടിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അതിൻ്റെ മുറ്റത്ത് തന്നെ വീടിന് മുറ്റത്ത് തന്നെയുള്ള മരങ്ങളിൽ പലതരം കിളികൾ. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഈ ഇരട്ടത്തലിച്ചയും പിന്നെ തീക്കുരുവി, പിന്നെ ഏതായിരുന്നു, പിന്നെ വേറൊരെണ്ണം കൂടെ ഉണ്ടല്ലോ, വൈറ്റ് ബ്രോഡ് വാക്ടെയിൽ. ശബ്ദം കേട്ടറിയോ ഇപ്പൊ കേൾക്കുന്നത്? എനിക്ക് ഇരട്ടത്തലിച്ചിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കിട്ടും. പക്ഷികൾ ഞാനും കാണുന്നുണ്ട്, ശബ്ദം ഞാനും കേൾക്കുന്നുണ്ട്. പക്ഷെ ടോയിഡോ പറഞ്ഞ ഈ പേരൊന്നും എനിക്കറിയില്ല. അത് ഞാൻ മുമ്പ് ഒരു ഫാമിലിയായിട്ട് ഞാനൊരു റിസോർട്ടിൽ പോയി താമസിക്കുന്ന സമയത്ത് അവിടെ രാവിലെ 7 മണിക്ക് നേച്ചർ ട്രക്കിങ്ങും ബേർഡ് വാച്ചിങ്ങും ഒക്കെ ആയിട്ട് പോകാനായിട്ട് ഒരു നേച്ചർ ലിസ്റ്റ് ഒരു ചേട്ടൻ്റെ കൂടെ ഞാനന്ന് പോയിരുന്നു. പുള്ളി എനിക്ക് കുറേ ബേർഡ്സിനെ കാണിച്ചു തന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഇരിക്കുന്ന മരങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കുന്ന ബേർഡ്സ് ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഈ ശബ്ദങ്ങൾ വെച്ചിട്ടും ലക്ഷണങ്ങൾ വെച്ചിട്ടൊക്കെ ഇയാൾ സ്പോട്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. ഇത് കണ്ട് എൻ്റെ പുള്ളി പുള്ളി കാണിച്ചു തരും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പേര്, ഇതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം, ഇതാണ് ഇതിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ശബ്ദം ഇട്ട് കൊടുക്കുന്ന സമയത്ത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഈ കിളികൾ ശബ്ദം ഉണ്ടാക്കി ഇവിടെ ഇരുന്നിട്ട് എണ്ണേനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇരട്ടത്തലിച്ചകളാണ് കൂടുതലും ഇതുപോലെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് എപ്പോഴും ഗ്രൂപ്പല്ല 2 എണ്ണങ്ങളായിട്ട് ഇരുന്നിട്ട് ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ പെട്ടെന്നൊരു കിളി പറഞ്ഞു പോയി. മറ്റേ കിളി അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇവർ തമ്മിൽ എന്തായിരിക്കും കമ്മ്യൂണിക്കേഷൻ, പറഞ്ഞിട്ടാണോ ആ കിളി പോയിട്ടുണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് ചിന്തിക്കുക. പിന്നെ ഇവിടെ വേറൊരു സാധനമുണ്ട്, മറ്റേ ഫ്ലൈയിങ് ലിസാർഡ്, ഇന്ത്യൻ ഫ്ലൈയിങ് ലിസാർഡ്. അത് ഞാനൊരു സാധാരണ പക്ഷികൾ പറക്കുന്ന പോലെ അല്ലാത്ത ഒരു പറക്കൽ കണ്ടിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പോൾ അതിങ്ങനെ തെങ്ങുമോ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഇവിടെ ഒരു മഞ്ഞ നാക്കുപോൽ സാധനമുണ്ട്, അതിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെയും ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിൾ ലെൻസിലിട്ട് നോക്കുന്ന സമയത്ത് അതിൻ്റെ നമുക്ക് പേരും ഡീറ്റെയിൽസും കിട്ടും. അങ്ങനെ താല്പര്യങ്ങളുള്ള ടോവിനോ എന്ന് പറയുന്നത് ചിലപ്പോൾ പലർക്കും അറിയണ്ടാവില്ല. അങ്ങനെ ഇപ്പം ഇതൊക്കെ നമുക്ക് ഈ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യപ്പെടുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിളികൾ ഇവിടെ ഉണ്ടായിരുന്നത്, ഞാൻ ഈ കിളികളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതിന് മുമ്പും കിളികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൂ. ഞാനിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സന്തോഷം കൂടെ എക്സ്ട്രാ കിട്ടുന്നു. നമ്മളിപ്പോൾ ഇത്രയും നേരം പ്രകൃതിയെ പറ്റി പറഞ്ഞല്ലോ. അപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ടോവിനോയുടെ ആദ്യത്തെ സിനിമയിൽ എനിക്ക് ഓൾമോസ്റ്റ് ആദ്യത്തെ ഡയലോഗ് പോലുള്ളൊരു സാധനമാണ്. അതൊരു പ്രകൃതിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ പ്രകൃതിവാദത്തെ പറ്റിയൊക്കെ പറയുന്ന ഒരു സീക്വൻസ് ആണ്. ഓർമ്മയുണ്ടോ? അതിനകത്ത് പറയുന്നത് പ്രധാനമായിട്ടും ഇരട്ടത്താപ്പുകളുടെ കാര്യമാണ്. അതൊന്നും നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. സിംഹവാലൻ കുരങ്ങൻ്റെ ആവാസ വ്യവസ്ഥ ആയാലും ജൈവവൈവിധ്യം പോവും. എന്നാൽ അവർ താമസിക്കുന്നത് അവരുപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഈ അണക്കെട്ടിലെ അവിടത്തെയൊക്കെ ഈ ജൈവവൈവിധ്യം തകർത്തിട്ടുള്ളതാണെന്നുള്ളത്. അപ്പം അത് തന്നെ ഞാൻ ചോദിക്കാൻ വന്നത്. അതായത് സൗകര്യങ്ങളും വേണം, എന്നാൽ പ്രകൃതിയെ തൊടാൻ പാടില്ല. അപ്പം അത് വലിയൊരു കോൺഫ്ലിക്റ്റ് ആണ് കേരളത്തിൽ. ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. എന്നാൽ അതിന് ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തി ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ മാറണമെന്നല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാറാൻ പറ്റിക്കഴിഞ്ഞാലും അത് നല്ല കാര്യമായിരിക്കും. ഞാൻ മുമ്പൊക്കെ ആലോചിച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ ഒരു സിറ്റിയിൽ താമസിക്കുന്ന സമയത്ത് നമ്മളവിടെ കുറേ ആൾക്കാരും അങ്ങനെ അവരുടെയൊക്കെ സ്റ്റാൻഡേർഡ്സിനെ മാച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഐഫോൺ വേണം,
മാക്ബുക്ക് പ്രോ വേണം, പിന്നെ ഐപാഡ് പ്രോ വേണം, നമുക്ക് അങ്ങനത്തെ ലക്ഷറി കാർ വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് വേണം, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ്സിനോട് ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ഹാപ്പിനെസ് അതിൻ്റെ എത്രയോ എന്താ പറയുക, ഒരു ചെറിയ അംശം ചിലവ് കൊണ്ട് നമുക്ക് ഈ വയനാട് പോലുള്ള ഒരു സ്ഥലത്ത് ഇവിടെ എയർ കണ്ടീഷനിങ് വേണ്ട, തണുപ്പുണ്ട്, പച്ചപ്പും ഹരിതാപമാണ്, ടി വി കണ്ടു അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കണ്ട, കുറച്ച് നേരം പുറത്തൊക്കെ വന്നിരുന്നു നല്ല ശുദ്ധവായൊക്കെ ശ്വസിച്ച്, ആൾക്കാർ മറ്റേ ഈ ക്യാനിലൊക്കെ ശുദ്ധവായു ശ്വസിച്ച് തുടങ്ങിയ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇവിടെ വന്നിട്ട് സെൽഫ് ടൈം കൊടുക്കാറുണ്ടോ? ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ രാവിലെ 5:30 എഴുന്നേറ്റ്, അതായത് വെച്ചാൽ ഉറക്കത്തിൽ നിന്ന് അലാം വെച്ച ചാടി എഴുന്നേൽക്കുന്നതല്ല, ഉറക്കം മതിയായിട്ട് എഴുന്നേൽക്കുന്നതാണ്. അത് കഴിഞ്ഞൊരു കാപ്പിയും കൂടെ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രഷായി പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കിട്ടാത്തത്രയും കിളികളുടെയും ഒക്കെ ശബ്ദവും, രാവിലെ ഒരു മെസ്റ്റും ഒരു തണുപ്പും, ഇപ്പം നട്ടുച്ച സമയത്താണെങ്കിൽ പോലും ഇവിടെ അങ്ങനെ നമുക്ക് ബാക്കി സ്ഥലങ്ങളിലുള്ള അത്രയും ചൂടോ ഉഷ്ണമോ ഒന്നും ഇല്ല. അപ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ് ഇവിടെ ജീവിക്കാനാണെങ്കിൽ. അവിടെയൊക്കെ ജീവിക്കുന്ന, അവിടുത്തെ ലക്ഷറിയിൽ ജീവിക്കുന്നതിനേക്കാൾ വളരെ കുറവ് പൈസയും മതി എന്നുള്ളതാണ്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന റിവാർഡാണെന്ന് തോന്നിയിരുന്നു. അത് വേറെ പ്രൊഫഷനിൽ ഇല്ലാത്തൊരു ലക്ഷറി അല്ലേ? ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ ഓരോ മാസവും വേറെ വേറെ ആൾക്കാരായിട്ടാണല്ലോ ജീവിക്കുന്നത്. അതെ അതെ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ പല പല സ്ഥലങ്ങളിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വിസിറ്റിന് പോയിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരുന്ന പോലെയല്ല, ഒരു മാസം അവിടുത്തെ കൾച്ചറും അവിടുത്തെ ലൈഫും അവിടുത്തെ ഫുഡും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അവിടുന്ന് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർസ്പെക്റ്റീവ്സ് മാറാം. അങ്ങനെ ഒരു കോമൺ മാനിലേക്ക് ആക്സസ് ഉണ്ടോ ആസ് എ സെലിബ്രിറ്റി? നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ചുറ്റും നിൽക്കുന്നവരെല്ലാം അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ടോ ഇവിടെ നാട്ടിൽ? ഞാനങ്ങനെ, എനിക്കിവിടെ ഇപ്പം ഇവിടെയുള്ള ആളുകളുണ്ട്, ഞാൻ വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ആളാണ്. അതായത് സംസാരിക്കാനോ വെറുതെ കുറേ നേരം ഒരുമിച്ച് സമയം ചിലവഴിക്കാനോ എനിക്ക് കുഴപ്പമില്ല. വന്ന ഉടനെ ഫോട്ടോ എടുപ്പും കെട്ടിപ്പിടുത്തം വെച്ചാൽ കെട്ടിപ്പിടിച്ചോട്ട് എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കെട്ടിപ്പിടിക്കാൻ വേണ്ടി കെട്ടിപ്പിടിക്കും സുഹൃത്തെ. നമ്മളൊരു 2000 പേരും 3000 പേരും നിൽക്കുന്നൊരു സ്ഥലത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 2000 പേരും കൂടെ 2000 പേര് കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ 100 പേര് കൂടെ എടുക്കും വിചാരിക്കുക. ബാക്കി 1900 പേർക്ക് എന്നോട് ദേഷ്യമായിരിക്കും. അങ്ങനെ ഒരു മറ്റേ എന്താ പറയാ ഡയലമ ഇപ്പോഴും ഉണ്ട്. നമ്മളൊരു 50,000 പേരുള്ളൊരു സ്ഥലത്ത് പോയാലും ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ എത്ര മണിക്കൂർ? ശരിയാണ്. എത്ര മണിക്കൂർ നിൽക്കണം? ഞാൻ നിൽക്കാം, പക്ഷെ എത്ര മണിക്കൂർ? ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ എന്നാലും ഫോട്ടോ എടുത്ത് തീരില്ല. കാര്യം മാത്രമല്ല, എടുത്തവരനെ വീണ്ടും വീണ്ടും എടുക്കും. പുറത്ത് വെക്കുന്നവർക്ക്, എടുക്കാൻ വേണ്ടി വിചാരിക്കുന്നവർക്ക് എടുക്കാൻ പറ്റാതെയും വരും. അപ്പോഴും പറയും ഫോട്ടോ എടുക്കാൻ നിന്നില്ല. ഇതാ ഉണ്ടാവുക. അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടോ അപ്പോഴേക്കും? അതേപോലെ അതിലൊക്കെ നമ്മൾ യൂസ്ഡായി. ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ അവര് ചിലപ്പോൾ എൻ്റെ മാനസികാവസ്ഥ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അവരുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. ഇവിടെ നല്ലൊരു സ്പോട്ടുണ്ട് മുകളിലേക്ക്, അത് കാണിച്ചു തരാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ കിളികളെ നോക്കുക എന്നതുപോലെ കിളികളുടെ കൂടെ ജീവിക്കാൻ, അല്ലെങ്കിൽ കിളികൾ ഉള്ളിടത്ത് ജീവിക്കാൻ അങ്ങനെ താല്പര്യം എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാനിങ്ങനെ എനിക്ക് കുറച്ച് ഇങ്ങനത്തെ വട്ടം ചിന്തകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതായത് ഒരു വലിയൊരു ഏരിയ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചെറിയൊരു എനിക്ക് കിടക്കാനുള്ളൊരു റൂമും ഉണ്ടാക്കണം. എൻ്റെ ഈ കിളികളുടെ ശബ്ദവും കിളികളുടെ ഇടയിൽ നിൽക്കണം എന്നൊക്കെ എനിക്ക് ഇടയ്ക്ക് ഈ എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട്. പക്ഷേ അതിന് ചില ഒരു 20-25 അടി ഹൈറ്റ്, ഒരു 15 അടി വീതി, ഒരു 20 അടി നീളമുള്ള വലിയൊരു കൂടിനകത്താണ് എൻ്റെ അലങ്കാരക്കോഴികളും കരിങ്കോഴിയും കൊത്തുകോഴിയും ഒരു 10-100 പ്രാവും അങ്ങനെ കുറച്ച് ഗിനിക്കോഴി അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. കരിങ്കോഴി ഇതൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ആദ്യം എനിക്കത് ഭയങ്കര അതെ അത് കൂടാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ആദ്യം എനിക്ക് അതിനകത്ത് കയറുന്ന സമയത്ത് ഭയങ്കര ഇതിനൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള. പിന്നെ ഞാൻ നോക്കുമ്പോൾ വെച്ചാൽ ഈ ഇത്രയും വലിയ ആകാശമുള്ള സമയത്താണ് നമ്മൾ വലിയ കൂട് തന്നെയാണല്ലോ. അതെ അതെ അത് പറയാം.
പുതിയ വീട് വെച്ച് മാറുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കൂടുകളായിരിക്കില്ല, കാടുകളായിരിക്കും. ഇപ്പം നമുക്ക് ഈ കിളികളും ചിത്രശലഭങ്ങളും അതുപോലെ മൃഗങ്ങളും ചെറിയ ജന്തുക്കളും ഇതൊക്കെ ഇവർക്കെല്ലാം ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടല്ലോ. ആ ആവാസ വ്യവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലതരം ചെടികൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഓട്ടോമാറ്റിക്കലി ബട്ടർഫ്ലൈസ് വരും. ഈ നമ്മളെപ്പോഴും നമുക്ക് ഈൽഡ് കിട്ടുന്ന മരങ്ങളും നമുക്ക് ഈൽഡ് കിട്ടുന്ന ചെടികളും മാത്രം വെക്കുന്ന സമയത്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കിളികളും പക്ഷികളും ഒക്കെ മറ്റേ ജീവികളും തന്നെ വരുള്ളൂ. അതല്ലാതെ ഇപ്പൊ നാണ്യവിളകളല്ലാതെ കാട്ടിലൊക്കെ ഉണ്ടാകുന്ന ചില മരങ്ങൾ അത് ചിലപ്പോൾ വേറൊരു കിളിയുടെ ആവാസ വ്യവസ്ഥയായിരിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ കിളിയുടെ ശബ്ദം കേൾക്കുന്നു. ഇപ്പൊ ഇവിടെ ഉച്ചയ്ക്ക് 2:51 സമയം. നമ്മൾ ഉച്ചയ്ക്ക് 2:51 എറണാകുളത്ത് നമ്മളൊരു സ്ഥലത്തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തൃശ്ശൂർ ഇരിക്കുമ്പോഴോ, എൻ്റെ വീട്ടിലാണെങ്കിൽ ലവ് ബേർഡ്സിൻ്റെ കാര്യത്തിൽ കേൾക്കാം. അതല്ലാതെ ഇരിക്കുമ്പോഴോ നമുക്ക് ഇത്രയും കാര്യം എന്ന് വെച്ചാൽ അവിടേക്ക് നമ്മളുടെ ഹ്യൂമൻ പോപ്പുലേഷൻ കയറി ഇങ്ങനെ നമ്മൾ വിരയിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് ഈറ്റുങ്ങൾ പേടിച്ചുകൊണ്ടായിരിക്കും. അത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പറഞ്ഞ വിശ്വസിക്കില്ല, എൻ്റെ വീടിൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഭയങ്കര ശബ്ദം കിട്ടും. നമ്മൾ ഒരു മയിലാണ് പറഞ്ഞു പോകുന്നത്. ഇരിങ്ങാലക്കൂടെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു മയിൽ കാണുന്നത്. എനിക്ക് ചെറുപ്പം മുതൽ ഈ പട്ടി, പൂച്ച, കോഴി തുടങ്ങിയിട്ടുള്ള നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ആട്, പശു എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ എൻ്റെ അപ്പൻ്റെ വീട്ടിലൊന്ന് പശുവൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ആടുണ്ടായിരുന്നു. ഒരു തവണ ആട് പ്രസവിച്ച് 3 കുട്ടികളുണ്ടായപ്പോൾ ഒരു കുട്ടി ചേച്ചിക്ക്, ഒരു കുട്ടി ചേട്ടൻ, ഒരു കുട്ടി എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. ഒരു അരണനെ കണ്ട് ഞാൻ കല്ലെറിഞ്ഞ് കൊന്നപ്പോൾ ആ അമ്മ പറഞ്ഞത്, അതിപ്പോഴും എനിക്ക് അറിയില്ല സത്യമാണോ അല്ലോന്ന്. അമ്മ പറഞ്ഞത്, എടാ പ്രസവത്തിൽ വയറ് കയറി ചാവുന്ന ജീവിയാടാ അത്, അതിനൊന്നും അങ്ങനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് ഭയങ്കര പ്രസവത്തിൽ വയറ് പിളർന്ന് അത് ഇപ്പോഴും എനിക്കറിയില്ല കേട്ടോ. കാരണം എനിക്കറിയില്ല അരണ മുട്ടയിടാണോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അമ്മ പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര ആയിട്ട്, അയ്യോ അങ്ങനെ ഒരു ജീവനെ ഞാൻ ആണോ എനിക്കതറിയില്ല. നമുക്കൊന്ന് ഇപ്പോഴത്തെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് എന്താ, എന്തോ ലിസാർഡായിരിക്കും അല്ലേ? ഇംഗ്ലീഷിലെ പേര് അറിയില്ല, ശാസ്ത്രീയ നാമം പറയാൻ എനിക്കറിയില്ല. ഞാൻ വെറുതെ ഉണ്ട് കേട്ടി. ശാസ്ത്രീയാണോന്ന് ഇപ്പം അറിയാം. ഭാഗ്യമായ ജലജീവി, പ്രജനനം, അരണ മുട്ടയിട്ടാണ് പ്രശ്നം തീർന്നു. പക്ഷെ അത് വെച്ചിട്ട് ഞാൻ ഇനിയും ജീവികളെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. അരണ കടിച്ചാൽ ഉടനെ മരണം, അത് തെറ്റാണ്. അരണയ്ക്ക് വിഷപ്പല്ലുകളോ വിഷഗ്രന്ഥികളോ ഇല്ല. വിഷമുണ്ടെന്നും കടിക്കാൻ ചെല്ലുമ്പോഴേക്കും മറന്നു പോകുന്നു വിശ്വാസമുണ്ട്. പിന്നെ ഓർമ്മക്കുറവുള്ളവരെ പരിഹസിക്കാൻ അരണബുദ്ധി എന്ന ശൈലിയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അന്ന് അമ്മ പറഞ്ഞത് തന്നെ ഇമോഷണലി ഭയങ്കരമായിട്ട് മൂവ് ചെയ്തു. ആ വഴി കൂടെ പോയാൽ എനിക്ക് അരണനെ കാണുമ്പോൾ തോന്നിയിട്ടാണ് ഞാൻ എന്നെ കല്ലെറിഞ്ഞത്. അത് ചത്തും പോയി. അപ്പൊ അമ്മ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഇമോഷണലി വരെ ഡാമേജ്. എനിക്ക് അതിനെ കാണുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ കൊന്നുകളയെന്ന് പറഞ്ഞാൽ എനിക്കത് ഇത്തിരി ഭയങ്കര ട്രോമയായിരുന്നു. പശ്ചാത്താപേഷനായി എന്ന് പറയാം. എനിക്ക് അങ്ങനത്തെ പശ്ചാത്താപം ഒന്നും ഇല്ലാത്ത ആളായിരുന്നു. ആ പോയിന്റിൽ പശ്ചാത്താപം വന്നു. ഇന്നാണ് ഞാനൊരു ഫോറസ്റ്റ് ഓഫീസറിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞത്, വന്യജീവി ആക്രമണത്തിൽ പരിക്കുപറ്റി എന്നൊക്കെ പറയുമ്പോൾ ഈ വന്യജീവികൾ കുന്തവും കടാരയും വാളുമായിട്ട് വന്ന് ആക്രമിക്കുന്നതല്ലല്ലോ. നമ്മൾ അവരുടെ മുന്നിൽ ചെന്ന് അവർക്ക് അവര് ത്രെട്ട് ഉണ്ടാവുന്ന സമയത്താണ് നമ്മളെ അവരുടെ നടക്കുന്ന വഴികളിൽ വീട് കൊണ്ടുവയ്ക്കും. അവർക്ക് കുടിക്കുന്ന സ്ഥലത്ത് വെള്ളമില്ലാതെയാവും. പിന്നെ ഒരു നാട്ടിലോട്ട് ഇറങ്ങും. മനുഷ്യന്മാർക്ക് എവിടെയെങ്കിലും ജീവിക്കുന്നത് ക്ഷാമമാണ് നാട്ടില്, നിങ്ങൾ മല മുകളിൽ പോയി കൃഷി ചെയ്ത് ജീവിക്കുമെന്ന് പറഞ്ഞ സർക്കാരാണ് ജനങ്ങളോട്. അങ്ങനെ പറഞ്ഞു കേട്ടിട്ട് വന്ന ക്രിസ്ത്യാനികളാണ്. അത് ശരിയായിരുന്നു. പക്ഷെ അത് എപ്പോൾ നിർത്തണം എന്ന് അവരോട് പറഞ്ഞില്ലെന്ന് മാത്രം. ഇപ്പം എന്താ വെച്ചാൽ കയ്യേറ്റമുണ്ട്, കുടിയേറ്റമുണ്ട്. അപ്പൊ ഇത് തമ്മിൽ വ്യത്യാസം അറിയാത്ത പ്രശ്നമാണ്. മനുഷ്യന് തോന്നുന്നൊക്കെ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ നിയമങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ നിയമങ്ങൾ വ്യത്യസ്തമായിരിക്കാം. നിയമങ്ങളല്ല, അതിൻ്റെ ആ ലോജിക്ക് വ്യത്യസ്തമായിരിക്കാം. ഒരേ നിയമം തന്നെ എല്ലാ സിറ്റുവേഷനിലും ആപ്ലിക്കബിൾ ആവണമെന്നും ഇല്ല. ഇത് ഞാൻ പറഞ്ഞില്ല, 2 വശവും ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വശത്ത് നിൽക്കാൻ പറ്റില്ല. ശരിക്കും ഈ കിളികൾ, കുറേ കിളികളുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഈ ശബ്ദം കേൾക്കുന്ന കിളികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മനുഷ്യന്മാര് മരിച്ചാൽ നമ്മളത് അറിയും, നമ്മളത് കാണും. കിളികൾ എവിടെ പോയിട്ടായിരിക്കും മരിക്കുന്നത്? വിഷ്ണു ഖരെ എന്ന് പറഞ്ഞ ഹിന്ദി പോയിട്ടിൻ്റെ ഒരു കോശിഷ് എന്ന് പറഞ്ഞൊരു കവിത ഉണ്ട്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്.
കിളികളുടെ മൃത്യു എനിക്കെന്നും ഒരു നിഗൂഢതയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കൂട്ടിലടച്ച് വളർത്തുന്ന കിളികളുടെ മരണത്തെക്കുറിച്ചല്ല. മനുഷ്യനോടോ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളോടോ ഉള്ള സമ്പർക്കത്താൽ കിളികൾക്ക് സംഭവിക്കുന്ന മൃത്യു എൻ്റെ വിഷയമല്ല. പറന്നുപോകവേ ആകസ്മികമായി കറണ്ട് കമ്പിയിൽ അല്ലെങ്കിൽ വണ്ടിച്ചക്രങ്ങൾക്കിടയിൽ കുടുങ്ങി ചത്തുപോകുന്ന കാക്കകളുടെ ശരീരം വെച്ചും ഞാനതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. അവസാനത്തെ പറക്കലിന് മുമ്പ് തന്നെ ഇത് അവസാനത്തെ പറക്കലാണ് എന്ന് മനസ്സിലാക്കുന്ന ആ ക്ഷണത്തിലും ഞാൻ കിളിയെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. സമയത്തിനും ഭൂപടങ്ങൾക്കും വെളിയിൽ ഒരിടത്തേക്ക് ചിറക് നീർത്തി പറന്നു ചെന്ന് അസാധ്യമായ ഏതോ ഒരു വൃക്ഷത്തിൻ്റെ ചില്ലയിൽ ധ്യാനനിരതമായിരുന്ന് ഒരു അദൃശ്യ പക്ഷിയായി മാറുന്നത്. അതും ഒന്ന് കാണാനേ ആഗ്രഹമുള്ളൂ. കാരണം കിളികളുടെ മനസ്ഥൈര്യമോ പറക്കലോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ ചെയ്യാൻ പോകുന്നത് മരണത്തിലെങ്കിലും കിളികളെ പോലെ ആവാൻ ഒരു പരിശ്രമം മാത്രമാണ്. ഈ കിളിയുടെ അവസാനം എത്താറായെന്ന് മനസ്സിലാവുന്ന സമയത്ത് വെറുതെ പറന്ന് നടക്കാത്ത ഏതോ ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ അതിൻ്റെ ഒരു കൂട്ടിൽ ധ്യാനിച്ചിരുന്ന് മരണം വരികയായിരിക്കും അല്ലേ. മരണത്തിലെങ്കിലും കിളികളെ പോലെ ആവണം, ആ കിളിയെ പോലെ ആവണം എന്നുള്ളതാണ് ആ കവിതയിൽ പറഞ്ഞു വയ്ക്കുന്നത്. സൂപ്പർ സ്റ്റാർ കരയാറുണ്ടോ? സൂപ്പർ സ്റ്റാർ മൂത്രം ഒഴിക്കൂലേ, കക്കൂസ് പോകൂലേ, കുളിക്കൂലേ, കരയൂലേ? ബോയ്സ് ഡോണ്ട് ക്രൈ എന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിൽ വന്ന കരയുണ്ടേ. ഞാൻ വൾണറബിൾ ആയിട്ടുള്ള ഒരാളാണ്. ആ വൾണറബിലിറ്റി എന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സങ്കടം വന്നാൽ കരയണം, സന്തോഷം വന്നാൽ ചിരിക്കണം, ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടണം.